പഠിക്കാനല്ലേ സ്കൂളിൽ പോണ്, അല്ലാണ്ട് പേര് ഇറങ്ങാനല്ലോ. അതെ അതെ, കൊറേ സബ്സ് ഒക്കെ ഉണ്ട്, 400K ഉണ്ടെന്നൊക്കെ പറഞ്ഞ. ഏട്ടാ നോക്കണേ. പായസല്ല രസാണ്. ഹായ്, നാളെ എന്റെ കസിന്റെ വെഡിങ് ആണ്. അച്ഛന്റെ വലിയച്ഛന്റെ മോളെ കല്യാണാണ്. അപ്പൊ ഇന്ന് തലേന്നാണ്. അച്ഛൻ രാവിലെ പോയിട്ടൊക്കെ ഉണ്ട്. ഇപ്പം കുറച്ച് വൈകുന്നേരം, വൈകുന്നേരം ഒക്കെ ഉണ്ട്. അപ്പൊ ഞാനും അമ്മയും കൂടി പോവാം. ബേപ്പൂരാണ് കല്യാണം. തലേന്ന് ആക്ച്വലി പരിപാടി ഒന്നും ഇല്ല. സോ ആദ്യം എന്തിടണമെന്ന് എനിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ആദ്യം ഞാൻ ഇട്ടത് അമ്മേന്റെ ഒരു ചുരിദാറായിരുന്നു. പിന്നെ അതിട്ടപ്പം ഭയങ്കര അമ്മായിമാരെ മാതിരി തോന്നിയോണ്ട് ഞാൻ വിചാരിച്ചു വേണ്ടാന്ന്. പിന്നെ ഞാൻ ഇട്ടത് ഒരു ക്രോപ്പ് ടോപ്പ് ആയിരുന്നു, ഒരു ടാങ്ക് ടോപ്പ് മാതിരി കുറച്ച് ഒട്ടിയും കൊണ്ട്. അപ്പം അമ്മേന്റെ വക തന്നെ കമന്റ്സ് ഉണ്ടായിരുന്നു. അപ്പം അവിടെ ചെന്നാൽ അതിനെക്കാട്ടും കൂടുതൽ കമന്റ്സ് ഉണ്ടാവുന്നതുകൊണ്ട് അത് ഇട്ടില്ല. ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ഒരു ഷർട്ടാണ്. സോ ഞാൻ ഫിറ്റ് ചെക്ക് ചെയ്യാം. ആൻഡ് ബേപ്പൂരാണ് കല്യാണം എന്ന് പറഞ്ഞില്ലേ. സോ ബേപ്പൂർ വെച്ചിട്ട് കല്യാണം. ഞാനും അമ്മയും ബസ്സിലാ പോണത്. ചിലപ്പോ 2 ബസ് മാറിക്കയറേണ്ടി വരും. സോ യെസ്, ഇനി അവിടെ ചെന്നിട്ട് കാണാം. അതിന്റെ നടുക്ക് വെച്ചിട്ട് ഞാൻ എന്താ എടുക്കുമെന്ന് അറിയില്ല. എടുക്കാണ് അതും കാണിക്കാം. അമ്മയ്ക്ക് ജീൻസും ടോപ്പ് ഇടണമെന്നോ? അമ്മേന്റെ ഉള്ളിൽ അമ്മയ്ക്ക് സ്ലീവ്ലെസ് ഒക്കെ ഇടണമെന്നുണ്ട്. പക്ഷെ നാട്ടുകാര് അമ്മ സ്ലീവ്ലെസ് വിരോധിയാണ്. പക്ഷെ കോഴിക്കോടിന് പുറത്തു പോയാൽ ഷോർട്സും ജീൻസ് എല്ലാം ഇടും. ഇങ്ങനെ ഓരോന്നിനെയും വളർത്തിയെടുക്കാനുള്ള ബുദ്ധിമുട്ട് എനിക്ക് അറിയുള്ളൂ. എത്ര നേരായി അറിയൂ ഇറങ്ങ് പറയുന്നത്. എന്താ പറയാനുണ്ടോ? ഉണ്ട് കേട്ടോ അകത്ത്. മൈ ഗോഡ്. നമ്മളെ ഡെസ്റ്റിനേഷനിലെത്തി. അമ്മ ഉറങ്ങിയിട്ട്, അമ്മ ബസ്സിൽ മുട്ട ഉറങ്ങിയായിരുന്നു. ആ കാറ്റൊക്കെ അടിച്ചിട്ട് നല്ലോണം ചാച്ചിയോ. ഇതാണ് മറ്റേ വീട്. ഇവിടെ ഒരു വീട് നമ്മൾ ആദ്യം വാങ്ങാൻ വിചാരിച്ചിരുന്നു അല്ലേ. ഇത് വീട് നമ്മൾ ആദ്യം വാങ്ങാൻ വിചാരിച്ചതാ. പിന്നെ നമ്മൾ മലാപ്പറമ്പിലോട്ട് ഷിഫ്റ്റ് ആയി. ഇത് ചിക്കുചേച്ചിയുടെ കല്യാണമാണ് കേട്ടോ. ഇതൊക്കെ ചേച്ചിയുടെ ഫ്രണ്ട്സാ. ഇത് ചേച്ചിയുടെ അച്ഛനും ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും. ഇത് ചിക്കുചേച്ചിയുടെ കസിൻ ആണ് കേട്ടോ. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഇറങ്ങിയതാ. നമ്മളെ ബാക്കിലാണെങ്കിൽ കപ്പിൾസും വന്ന് അങ്ങനെ അവർക്ക് നല്ല ഫോട്ടോസ് എല്ലാം എടുത്തു കൊടുത്ത്. പിന്നെ മോന് കുറച്ച് ഫൺ ആക്ടിവിറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് 2 റൗണ്ട് ഞാൻ ഓടിപ്പിച്ച്. നീ ആ മതിലിൽ തൊട്ടിട്ട് എന്റെ കയ്യിൽ തൊടണം. പറ്റുമോ? ഓക്കെ, റെഡി? 1 2 3 go. 1 2 3 4 5 6 7 8. വൗ, 8 വരെ എത്തിയപ്പോഴത്തേക്ക്. ചേച്ചിന്റെ ഫ്രണ്ട്സ് ആണ്. പേരെന്താ? ഇത് അഞ്ചു ചേച്ചി ഒരു വ്ളോഗറാണ് അല്ലേ? ലൈഫ് സ്റ്റൈൽ വ്ളോഗർ അല്ലേ? കൊറേ സബ്സ് ഒക്കെ ഉണ്ട്, 400K ഉണ്ടെന്നൊക്കെ പറഞ്ഞ. എന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ പോലെ വന്നില്ല. ഭയങ്കര താര ജാടയൊക്കെ. വാ, ഇത്ര പെട്ടെന്ന് പോവാ. ആരാ ഇത്? എന്താ? വാണി ചേച്ചിയോ? മണിയച്ച കൂടെ ഫോട്ടോ എടുത്ത്. എപ്പോ? ബസ്സോ? ആണോ? എനിക്ക് ഓർമ്മയില്ല. അതാ പേര് ചോദിക്കുന്നത്. എത്രയല്ല? ഒന്നിലെത്തിയോ? ഏത് സ്കൂളിലാ? നോക്കട്ടെ. പേരുണ്ടോ ഇതിന്റെ അകത്ത്? ഇല്ല. എന്താ ഉണ്ടോ? ഇല്ല.
എക്സൈറ്റഡ് ആണോ? ചെറുതായിട്ട് ഞാൻ അവിടെ വന്നപ്പോ എനിക്ക് പൊറോട്ട ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് തന്നെ. അപ്പൊ ഞാൻ വിചാരിച്ച് എന്നിട്ട് ചൂടാക്കിയിട്ടൊക്കെ തന്നെ. അപ്പൊ ഞാൻ വിചാരിച്ച് എന്റെ അമ്മ പൊറോട്ട ഒക്കെ ഉണ്ടാക്കാൻ അറിയാതെ എനിക്ക് മനസ്സിലായി. കടയിൽ വാങ്ങിയിട്ട് ചൂടാക്കി തന്നതാണ്. നേരത്തെ പറഞ്ഞ കാര്യം എന്താ? അത് പറയുന്ന രാത്രി കുപ്പായുടെ അത് കിടന്നുറങ്ങുന്നത് ചിക്കു ചേച്ചി. എനിക്ക് എത്ര വയസ്സ്? 1 2 ഉണ്ടാവോ? 1 2 ആയിരിക്കില്ലേ? 3 4 4 ആയിരിക്കും അല്ലേ? രാജേട്ടൻ ഫോട്ടോ എടുക്കട്ടാ. അതന്നെ തനുമോള് കണ്ടില്ലേ? എന്താ നോക്കട്ടെ. നീ പകരും പുഞ്ചിരികൾ കണ്ണു നിന്നാൽ നൂടഴക് നീ പിടഞ്ഞാൽ മെന്നുയരിൽ പോളയൊരു നെഞ്ചുടക്കിൽ തിരയാൻ താളമില്ല അമ്പലപ്പുഴ ഉണ്ണി കണ്ണരോടു നീ എന്തു പരിഭവം മെല്ലയോടി വന്നുവോ കൽവിളക്കുകൾ പാതി മുന്നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ. പഠിക്കാടല്ലേ സ്കൂളിൽ പാട്, അല്ലാണ്ട് പേര് അറിയാടല്ലോ. ഓടാ അപ്പൊ കളിക്കൂല സ്കൂളിന്ന്? സ്കൂളിന്റെ നല്ല കുട്ടികൾ ഓടിക്കളിയാ. അപ്പൊ നീ നല്ല കുട്ടിയല്ലേ? അപ്പൊ ഞാൻ ഡെസ്കിന്റെ ഇരിക്കും. ഡെസ്കിന്റെ മേലെ കേറി നീ കളിക്കൂ? ഞാൻ ബെഞ്ചിൽ കേറി ഇരിക്കും. സാധാ മാതിരി ഇരിക്കും. ആ കളി മാത്രമേ ഉള്ളൂ. അതെന്ത് കളിയാ? അത് വെറും കളിയാ. കുട്ടികള് ഇങ്ങനെ ബെഞ്ച് ചോട്ടി ഓടി പോവാ. അതൊക്കെ ചീത്ത കുട്ടികളല്ലേ ചെയ്യാ? ഞങ്ങളെ ക്ലാസ്സിൽ അങ്ങനെ ചെയ്യലുണ്ട്. ഈ ചെയ്യോ അങ്ങനെ? ഞങ്ങളെ ക്ലാസ്സിലത്തെ കുട്ടികൾ അങ്ങനെ ചെയ്യില്ല. തനു അങ്ങനെ ചെയ്യോ? തനു നിങ്ങളെല്ലാരും ഗുഡ് ഞാനും നല്ല കുട്ടിയാ. ഞാൻ മുഴുവൻ ചോറ് തിന്നു. ചോറുന്നു. ചോറ് തിന്നു. ഞാന് ഞാനും ഇവിടെ ഞങ്ങളുടെ ക്ലാസ്സിൽ അങ്ങനെ കേറി കളിക്കലില്ല. ഗുഡാണല്ലോ എല്ലാരും. എല്ലാരും ഗുഡാ. ഇന്ന് ഉച്ചക്ക് ഞാനില്ലേ 2 പ്രാവശ്യം ചോറ്. ഞാനൊരു കാര്യം പറയട്ടെ. അതായത് ചോറ് അവിടുന്ന് വളവി തരും. ആണോ? സ്കൂളിൽ ചോറുണ്ട്? എന്നിട്ട് മുട്ടയൊക്കെ കിട്ടുവോ? മുട്ടയൊക്കെ പിന്നെ കിട്ടും. എന്നിട്ട് ചോറും പിന്നെ വേറെന്താ കഴിക്ക? ചോറ് കറിയൊക്കെ ഉണ്ടോ? മോര് കടല അവരൊക്കെ. ഇതൊക്കെ തിന്നുവോ? ഞാൻ മുഴുവൻ തിന്ന് തൂക്കും. ഞാനാണ് നല്ല കുട്ടി. ആണ്. വേറെ ആരും നല്ല കുട്ടികളല്ല. വേറൊക്കെ എന്ത് ഓടിക്കളി. എനിക്ക് എന്നിട്ട് മിസ് ഒന്ന് ചീത്ത പറയും. എനിക്ക് മാത്രം ഓടിക്കളിക്കുക ചെയ്യാം. ആണ്. ചോറിന് മധു ബാഡ് ബോയ് അല്ലേ? തനു ഗുഡ് ബോയ്. ഞാനും ഗുഡ് ബോയ്. ഞാൻ എല്ലാരും ഗുഡ് ബോയ്സ് ആണ്. ഗേൾ ആണ്. ഗുഡ് ഗേൾ ആണ്. ഞങ്ങളെ ക്ലാസ്സിലത്തെ കുട്ടികളാണ്. ചോറിന്റെ സമയത്ത് ഓടി കളിക്കൂ. എന്റെ ആര്യനും ഫസിനും പിന്നെ അറിയാം റഷ്താണ്. ബെസ്റ്റ് ഫ്രണ്ട് ആരാ? സ്കൂളിലാണ്. തനുവോ? വെണ്ണേർണി. അവിടെ ഗേൾസും ബോയ്സും ഒക്കെ ഉണ്ട്. ഒന്ന് ആൺകുട്ടികളും ഒന്ന് പെൺകുട്ടികളും. നമുക്ക് ബോയ്സ് മാത്രമേ ഉള്ളൂ. എനിക്ക് ബോയ്സും ഗേൾസും ഒക്കെ ഉണ്ട്. LP ആയോണ്ടാ? ഇനി കൊറേ ദിവസം പാരന്റ്സ് മീറ്റിംഗ് കൊറേ ദിവസം പാരന്റ്സ് മീറ്റിംഗ് അങ്ങനെ കുത്തക്കേട് കാണിച്ചു. എന്നിട്ട് ഗേൾസ് മിണ്ടാതിരിക്കാൻ പറഞ്ഞു. എന്നിട്ട് വീട്ടിൽ സംസാരിച്ചു. ഗേൾസിനെ കൊണ്ട് ഭക്ഷണം ആയില്ല. ഞാൻ മുഴുവൻ തിന്നു. ഒരു ആന്റി അല്ല ഒരു ഗേൾ ഒരു കുട്ടിയില്ലേ? വാരി തരട്ടെ എന്ന് ചോദിച്ചിരുന്ന കുട്ടി
അയ്യോ പണി എല്ലാരും എന്താ നീ പണിപാളി എന്നൊക്കെ പറഞ്ഞേ? എന്താ പണിപാളി എന്ന് പറഞ്ഞ? അച്ഛൻ വിളിച്ചപ്പോ ഒന്ന് ക്യാൻസൽ ആക്കിയതാ. അച്ഛൻ വിളിച്ചത് ക്യാൻസൽ ആക്കിയതാ. എന്തോ ഒരു വിഷമം എനിക്കറിയില്ല. അയറ ഓർമ്മയില്ല? അയറ എന്താ ചോദിച്ചത് എന്നോട്? ഞാൻ പഴയ സ്കൂളിൽ പഠിച്ച കുട്ടിയാണ്. എന്താ ചോദിച്ച അയറ? എനിക്ക് ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് ഞാൻ അങ്ങോട്ടേക്ക് മറുപടി ചോദിക്കുമ്പോ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഞാൻ പറഞ്ഞിട്ട് വെറുതെ താമസം കളിക്കാനാണ് കൊടുക്കുന്നത്. നീ പറഞ്ഞോ? ഞാനൊന്നും പറഞ്ഞില്ല. ഞാന് മുഴുവൻ കഴിച്ചു കൊടുക്കും. ഞാൻ പുതിയ സ്കൂളിലത്തെ ആളല്ലേ, അപ്പൊ മുഴുവൻ പുതിയ സ്കൂളിൽ ഓനക്ക് വാരി കൊടുക്കാൻ ആരുമില്ല. കാലിയാക്കും. അയറൊക്കെ പാസ്റ്റ് ആണ് ഇവന്റെ. ഒരു പാർസൽ എത്തിയാലും താമസം. എന്ത്? ഞാൻ ഹെലികോപ്റ്റർ ഓർഡർ താമസിച്ച്. ഹെലികോപ്റ്റർ ഓർഡർ ചെയ്തതാണോ? ആ പറന്ന് 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 തട്ടി. ഇത് നല്ല ഡേഞ്ചർ ഹെലികോപ്റ്റർ ആട്ടോ. എന്നിട്ട് എന്റെ കൈയൊക്കെ മുറിഞ്ഞോ? എന്നിട്ട് കയ്യൊക്കെ അമ്മന്റെ മേത്തൊക്കെ കേറി വന്ന് എന്നിട്ട് ഞാൻ ലാൻഡിക്ക് എടുക്കും. അതെ, ലാൻഡിക്ക് എങ്ങനെയാ ആൾക്കാർ അറിയോ? അതായത് എന്റെ ഒരു റിമോട്ട് ഉണ്ട്, ചാർജർ ഉണ്ട്. റിമോട്ട് ഉണ്ട്. ഏതാ വേർഡ് അറിയോ? മങ്കി. മങ്കി എല്ലാരും മൂന്നാളും കൂടി കളിക്കും. ഏതാ വേർഡ് അറിയോ? പാരറ്റ്. കണ്ടുപിടിച്ചോ. എവിടെ നോക്കണ്ടോ? സമയം കഴിഞ്ഞ് 6 മണിയായി. സന്ധ്യ നേരെയായി. നീ ഇനിയിപ്പോ ഫസ്റ്റ് തൊട്ട് തുടങ്ങിക്കോ. കാണിച്ചാ അത് പോയോ? എവിടെ തൊട്ട് പറയട്ടെ? ഹെൻ 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 ഹെൻ. എന്താണ് കളിക്കാൻ പോകുന്നത് നമ്മള്? ഒച്ചത്ത് പറ. കിരിക്കിരിക്കിണെന്താണ് കളിക്കാൻ പോണേ? ഓക്കെ. കിണത്തിലിട്ട് കുരിക്കിത്ത കല്ലും മുള്ളും പറിക്കിത്ത കല്ലായി പാലം കടത്തിത്ത അന്തിരി മുന്തിസ. ഇത് പുതിയ ആളാണ് കേട്ടോ. പേരെന്താ? ശ്രാവണ. ശ്രാവണ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? 3rd. ഏത് സ്കൂളിലാ പഠിക്കുന്നത്? സെന്റ് ഫ്രാൻസിസ്. നീ ഏത് സ്കൂളിലാ? പെരിങ്ങളം. എല്ലാം പറ. എന്താ പേര്, ക്ലാസ്? പേരോ? ആരൂരാജ്. ക്ലാസ്സോ 2nd standard. ഹായ്. ഹായ്. വല്യമ്മ എനിക്ക് വായലിട്ട് തരാൻ പോവാന്നല്ലോ. കേക്ക് കട്ട് ചെയ്യാൻ പോയി ഞങ്ങൾ. ചിക്കണോ? ഓക്കെ.
ഒരു മിനിറ്റ് ഞങ്ങളെ ആദ്യം പറഞ്ഞിട്ടുണ്ട് കുട്ടിയായിട്ട് 1/2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 1:30 ആവുന്ന. ഓ കഴിക്കും. ഇതെന്താ ഒരു പഴ തന്നെ വരുന്നുണ്ട്. മൈ ഗോഡ്. 1 2 എത്ര ആൾക്കാരാ? ഞാനാണ് ലീഡർ എന്നൊക്കെ പറയുന്നത്. എന്ത് ചെയ്യാറ്? ഞാനുണ്ടോ? തനുവിടെ? തനു വന്നില്ല. ഇവളെ അച്ഛനാട്ടോ. ഹലോ കുട്ടേട്ടാ. അവിടെ അവിടെ മതി. വേണ്ട. അല്ല 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 അല്ലല്ല. നമ്മളിപ്പം വാട്ട്സ് ഇൻ മൈ ബാഗ് ചെയ്യാൻ പോവാണ്. ഇത് ആരുടെ ബാഗാ? ആരോ ബാഗാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ചെയ്തോളൂ. ഇതിന്റെ ഓണറിന്റെ അമ്മ ഇവിടെ ഉണ്ട്. ഓ മൈ ഗോഡ്. ഇതെന്താ? ഇതെന്താ മിന്നുട്ടി? വെയിറ്റില്ലല്ലോ അല്ലെ. നീ അടുത്തെന്താ ബാഗിന്റെ അകത്ത് കാണിച്ചോ? ഒരു സാധനം പോലും ഇല്ല. ഒന്നുമില്ലേ? ഈ തുണിക്ക് വേണ്ടിട്ടാണ് ഈ ബാഗ്. ഇതെന്താ? എനിക്ക് തരുമോ? ഒന്ന് തരുമോ? ഞാൻ ഒന്ന് തലയിലിടട്ടെ. ടെൻഷൻ ഉണ്ടോ ചേച്ചി? ചെറുതായിട്ട്. ഇത് ചേട്ടന്റെ ഫ്രണ്ട്സ് 3 ആൾക്കാർ പെട്ടി കൊണ്ടുവരാട്ടോ. കല്യാണ ദിവസം ചേച്ചി യൂസ് ചെയ്യേണ്ട സാധനങ്ങളും പിന്നെ കല്യാണ സാരിയൊക്കെയാണ് ഈ പെട്ടിയിൽ ഉണ്ടാവുക. അത് ഞാൻ പിന്നെ കാണിക്കാം. ചെക്കന്റെ വീട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ പെട്ടി കൊണ്ടുവരും. പിന്നെ അവർക്കെല്ലാം ഫുഡ് കൊടുക്കും. അങ്ങനെയാണ് സാധാരണ പരിപാടി ഉണ്ടാവുക. ഫുഡ് കഴിച്ചതിന് ശേഷം അവര് പതുക്കെ ഇറങ്ങി. ഇത് രേഷ്മ ചേച്ചി, പിന്നെ ഇത് പൊന്നി ചേച്ചി. റൈറ്റ് സൈഡിലുള്ളത് ചിത്ര ചേച്ചി. അതിന്റെ ഇടയിൽ കൂടെ ഉള്ള ഈ ഒരു റൊമാൻസ് ആരും കാണാണ്ട് പോവല്ലേ. നമ്മളില്ലേ പെട്ടി പൊട്ടിക്കാൻ പോവാണ്. എക്സൈറ്റഡ് ആണോ? ഓൾറെഡി അറിയാലോ എന്തൊക്കെയാന്ന്. സോ ഇതാണ് കല്യാണ സാരി, ബ്ലൗസ്. ഇത് മൊത്തം ക്ലോത്ത് ഐറ്റംസാ. ഇതെന്താ? ബ്രഷ്, പേസ്റ്റ്. ഓക്കെ, ഇനി എക്സൈറ്റിംഗ് പാർട്ടിലോട്ട് നമുക്ക് കിടക്കാം. നല്ല മണമുണ്ട്. ഡവ് കണ്ടീഷണർ ഉണ്ട്, സോപ്പ് ഉണ്ട്, ഷാമ്പു ഉണ്ട്, നാളെ ഇടാൻ ചെരുപ്പുണ്ട്. നാളെ ഇതൊക്കെ തന്നെ യൂസ് ചെയ്യണം അല്ലേ? നാളെ ഇപ്പൊ കുളിക്കില്ലാന്ന്. പിന്നെന്താ? കൊട. പിന്നെന്താ? പേസ്റ്റ് ഉണ്ട്. പിന്നെ ഈ പെട്ടിയിൽ എന്തൊക്കെയോ സാധനം. ഇതെന്താ? പെർഫ്യൂമാ? പൗഡർ, ലിപ്സ്റ്റിക്, പിന്നെ കണ്ണാടി ഉണ്ട്. ഇതെന്താ? ഫെവിക്കോളോ? പോക്കറ്റ് ടിഷ്യൂ. ഇത് ഓ സിന്ദൂരം. സിന്ദൂരം നാളെ തൊട്ട് ഇടാം.
ഇത് ഐലൈനർ, പിന്നെ നെയിൽ പോളിഷ്, എന്താ ജൂഡ പിൻസ് എന്തോ, ഇത് അത് തന്നെ. ഇത്രയൊക്കെയാണ്. കത്രിക. നാളെ ചിക്കു ചേച്ചി മൊത്തം ഇത് മാത്രമേ യൂസ് ചെയ്യുള്ളൂ അല്ലെ? ബായ്. ഇത്രയൊക്കെയായിരുന്നു കല്യാണ തലേന്ന്. നമ്മളും പതുക്കെ അവിടുന്ന് ഇറങ്ങി. ഇനി നാളത്തേക്ക് അമ്മയ്ക്ക് മുല്ലപ്പ് വാങ്ങണം പാളയത്ത് നിന്ന്. അപ്പൊ അതും കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി മൊത്തം കഴിയും. അച്ഛൻ രാവിലെ തന്നെ അമ്മയുടെ മാലൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നുണ്ട്. ആസ് യൂഷ്വൽ നമ്മൾ ഇന്ന് കുറച്ച് ലേറ്റ് ആണ്. സോ സമയം കളയാണ്ട് ഇറങ്ങാം. അമ്മയുടെ ഫൈനൽ ലുക്ക് ഒന്ന് നോക്കട്ടെ. 2 മുളം പൂവൊക്കെ മേടിച്ചിട്ടുണ്ട്. ഒരു ഇത്തിരി പോകുന്ന മുടിക്ക്. എന്നാ ശരി, ലേറ്റ് ആക്കുന്നില്ല. ഇതായിരുന്നു എന്റെ ഫുൾ ഔട്ട്ഫിറ്റ് ലുക്ക്. ഞാൻ മാല ഇട്ടില്ലായിരുന്നു, അപ്പൊ എനിക്ക് മാല ഇടാൻ തോന്നിയില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് എന്തോ ഒരു മിസ്സിങ് മാതിരി തോന്നുന്നു. എനിക്ക് എന്റെ ഫുൾ ഔട്ട്ഫിറ്റ് എന്താ അമ്മേ എന്തോ എനിക്കിത് അത്ര ഇഷ്ടമായില്ല. ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല എന്റെ ലുക്ക്. സോ ഞാൻ 2 മാലയാണ് എടുത്തത്. സോ ഒന്ന് ഈ ഒരു ബോന്റെ പെൻഡന്റാ. അമ്മ ഇതാണോ രസം? ഇത് നോക്കിക്കേ, കണ്ടോ? ഇതും പിന്നെ ഈ ഒരു പേളിന്റെ ലെയേർഡ് ചോക്കർ മാതിരി സാധനം. എനിക്കറിയാം അതേ പറയുള്ളൂ. പേള് ഇതാ വേണ്ട. ഇതാണ്. അപ്പൊ ഇതിടാം. നമ്മള് കുറച്ച് ലേറ്റ് ആയിട്ടാണല്ലോ ഇറങ്ങിയത്. സോ നമ്മള് വീട്ടിലെത്തുന്നതും ചേച്ചി ഇറങ്ങുന്നതും സെയിം ടൈമിലായിരുന്നു. അപ്പൊ നമ്മള് ഇവരുടെ ബാക്കിൽ തന്നെ ഓഡിറ്റോറിയത്തിലോട്ട് വിട്ടു. എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്ന് പറഞ്ഞു നടക്കുന്ന ആള്. ഇതാണ് ആളുടെ മോന്. ഞാൻ എന്റെ മോന് എന്റെ ഹസ്ബൻഡ്. അതെ, ഞാന് എന്റെ മോന് എന്റെ ഹസ്ബൻഡ്. അത് പറഞ്ഞിരിക്കും. ഫോട്ടോ ഇട്ടോ. ഹായ്. ഗ്യാങ് ആണ്. നിങ്ങൾ ഗ്യാങ്ങിന്റെ പേരെന്താ? ഗ്യാങ്ങിന്റെ പേരെന്താ? പടിപ്പുര മരുമക്കൾസ് ആണോ? എടുത്തടി മരുമക്കൾസ്. എത്ര ആൾക്കാരാ? 4 ആൾക്കാരാ? 5 പേര്. 5ാമത്തെ ആൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ടൊന്നും ഇടാൻ പറ്റിയില്ല. എനിക്ക് മുടി ശരിയാക്കാൻ വേണ്ടിട്ട് ആരാ പിടിച്ചിരുന്നേ? ശിവാനിയാണ് എനിക്ക് പിടിച്ച്. രസമുണ്ടോ? എന്റെ കാണാൻ രസമുണ്ടോ? പക്ഷെ ശിവാനിയുടെ അത്ര വരില്ല അല്ലേ? ശിവാനി ഫുൾ ലിപ്സ്റ്റിക്കും ഐഷാഡും ഫുൾ പിങ്കിലാണ് ഇന്ന്. പിങ്ക് വൈറ്റല്ലേ ഇന്ന്? എക്സൈറ്റഡ് ആണോ? പറയണ്ടോ? പേടിയുണ്ടോ? സൂപ്പറായില്ലേ? സൂപ്പർ. ഒരാളിവിടെ ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങനെ ചിരിച്ചിരിക്കുന്നുണ്ട്. ഇത് ടെൻഷൻ മുഖമാണ്. അയ്യോ, കല്യാണം കഴിക്കണ്ട ഓടിപ്പോയാലോ?
ഇതാരാ? എന്റെ അനിയനെതാരാ? അനിയത്തിയോ? റൊമാൻസ് വരട്ടെ. സദ്യക്ക് ശേഷം പിള്ളേരുടെ വക ഡാൻസ് പെർഫോമൻസ് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ കുറെ നേരം എല്ലാരും സംസാരിച്ച് അങ്ങ് ഇരുന്ന്. അപ്പത്തേക്ക് ചേച്ചിക്ക് ഇറങ്ങാനും ടൈമായി. ബൈ. ഏട്ടാ നോക്കണേ. പായസല്ല രസാണ്. അത് പറയില്ല, ഞാൻ ആ കപ്പ് കാണിക്കില്ല. ശരിയാ, അത് കാണിക്കാതെ അങ്ങനെ നമ്മളെ പറ്റിക്കാണ്. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? ഷുഗർ ഇല്ല നിങ്ങക്ക്? ഇല്ല. എത്രാമത്തെ അറിയാം? അഞ്ചാമത്തെ. രസാണ് കേട്ടോ. ഓരോ വിചാരം പായസം. തനു ആണ് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്. തനു ഓപ്പറേറ്റ് ചെയ്യൂ. നീ എന്താ ചെയ്യാ? നമ്മളിപ്പം കല്യാണം കഴിഞ്ഞിട്ട് വിരുന്നിന് പോവാം. ഞാൻ ഇങ്ങോട്ട് വന്നു, ആശല്യവന്റെ വീട്ടിലേക്ക് വന്നു. ഡ്രസ്സൊന്നും എടുത്തില്ല. തനു എല്ലാം മാറ്റിയില്ലേ? പക്ഷെ മേം മാറ്റിയില്ലല്ലോ. ഇറ്റ്സ് ഓക്കെ. ഇപ്പൊ തനുവിന് മേക്കപ്പ് ഇട്ടെടുത്തു, കുറച്ച് ബ്ലഷ് ഒക്കെ ഇട്ടിട്ടുണ്ട്. വീഡിയോയിൽ മനസ്സിലാവുന്നില്ല അല്ലേ? അല്ല, ഇനി നമുക്ക് തനുവിന് ലിപ് ഗ്ലോസ് ഇട്ടെടുക്കാം അല്ലേ? എന്താ എന്തിട്ട്? അങ്ങനെയല്ല, ചുണ്ടില് ലേശം മതിയേ. തന്റെ ചുണ്ട് എന്ത് ചെറുതാ. ഇങ്ങനക്ക് അവിടെ അവിടെ. എന്റെ തനുവിനെ നോക്ക്. തനുവിന്റെ ചുണ്ട് നോക്ക്. തനു അത്തർ ഇട്ടോണ്ടിക്ക. എങ്ങണ്ട് മണത്തൊക്കെ? സ്ട്രോബെറി. കണ്ണ് ചെയ്തട്ടെ. ഞാൻ പിടിച്ചോളാം. തനുവാണ് ക്ലാസ്സിലെ ഫസ്റ്റ് അല്ലേ? അല്ലേ? വാലൊക്കെ എന്തിനാ? അത് ബോറാ. ഇതാണ് രസം. ഇത് ഡോറേനെ മാരിയുണ്ട്. ഡോറ, പിങ്ക് ഡോറ. ഇതായിരിക്കും ശരിക്കും പൂജി. പൂജിയോ? അത് പൂജി. പൂജിയോ? ഡോറ പൂജി. പറയുന്നത് ഡോറയും ഞാൻ ബുജിയാണ്. മഞ്ഞയാണ്, മഞ്ഞ മഞ്ഞ. അച്ഛനെ ട്രെയിൻ പോവാണ്. അപ്പം ഞാൻ അച്ഛനെ മനസ്സിലാവോന്ന് ഞാൻ നോക്കാൻ പോവാണ്. ഓക്കെ വാ. അറിയോ? മനസ്സിലായി. മുഖത്ത് എന്താ? അല്ല, ബ്ലഷ്. ഇതാരാ? അപ്പൂപ്പാപ്പ. കണ്ണപാപ്പനവിടെ? ഇതാരാ? എന്ത് മേമ? ഏത്? അപ്പൊ സ്വാതി. അപ്പൊ ഞാനോ? എന്റെ ശരിക്കും പേരെന്താ? എന്നെ വീട്ടിൽ നിന്നൊന്നും ആരും ഒന്നും വിളിക്കില്ല. അലീഷ തന്നെ വിളിക്കും. അത് തുറക്കാം. നീ പോട്ടോ, നീ വേണ്ടേ?
ഇങ്ങനെ മേലോട്ട് നിന്നോക്ക്. മേലോട്ടൊന്നും വേണ്ട, അന്ന് വേണ്ട, അങ്ങനത്തെ കളിയൊന്നും വേണ്ട. അതെ സീൻ എന്തുണ്ട് മേലോട്ടൊന്നും ഇഷ്ടം. നമ്മളെ ചിക്കു ചേച്ചിന്റെ വിരുന്നിന് പോയിക്കൊണ്ടിരിക്കുക ബേപ്പൂർന്ന് കക്കോടിയിലോട്ട്. അപ്പം നമ്മള് 2 വണ്ടിയിലാണ്. നമ്മള് ഗ്യാങ് സ്പ്ലിറ്റ് ആയിട്ട് അമ്മ ചേച്ചി, ശൈലിമ, മധുലേച്ചനൊക്കെ വേറെ വണ്ടിയില്. അപ്പൊ നമ്മൾ നിവിനേച്ചി, ഞാന്, അപ്പുപാപ്പൻ, വിഷ്ണുവച്ചൻ, തൻവി ആൻഡ് ചന്തുപാപ്പൻ. ചന്തുപാപ്പൻ ഭയങ്കര ഷൈ ആട്ടോ, ഇൻട്രോവേർട്ടാ. സോ നമ്മളെല്ലാരും കൂടിയും കക്കോടിയിലോട്ട് പോവാ. സത്യല്ല എന്താ ഇത് ഉറങ്ങിപ്പോയില്ലേ? തനു ഉറങ്ങിട്ട് വരാം. വണ്ടി ല്ലേ മാച്ചിങ് ഒക്കെ ആണല്ലോ. ഇത് വേറൊരു കളറും കൂടി ഞങ്ങൾ നോക്കി. ഏതായിരുന്നു കളർ? പിങ്ക് ആയിരുന്നു ഷർട്ട്. അപ്പൊ പിന്നെ അത് കോൺട്രാസ്റ്റ് മാച്ച് ചെയ്യുന്നില്ല ക്യാമറ. എന്തായാലും ഇത് സൂപ്പർ ആയിട്ടുണ്ട്. താങ്ക് യു. കുടിക്കുന്ന ബൂസ്റ്റോ ഇത് ഹോർലിക്സാ. ടേസ്റ്റ് ഒരു മെലിഞ്ഞ പോലത്തെ വാട്ടർ ബോട്ടിലാണ് എന്റെ സ്കൂളിൽ. തനുവിന്റെ എത്ര ഉണ്ടല്ലോ വാട്ടർ ബോട്ടില്? ഇല്ലേ, തനുവിന്റെ വലുപ്പല്ലേ? നോക്ക്, തനുവിന്റെ അത്ര ഉണ്ട്. വാട്ടർ ബോട്ടിലാണോ നീ വേണ്ട, പോയാണോ വേണ്ട? അങ്ങനെ ഒന്നും വേണ്ട. ഒരാള് മതിയല്ലേ? ഒരാള് വേണ്ട, തന്നെ ഒറ്റ മോള് മതി. അങ്ങനെ 2 മിനിറ്റ് കൊണ്ട് എന്തായിരുന്നു? മൈ ഗോഡ്, ഇനി എന്തെങ്കിലും ഉണ്ട് അമ്മ ചേച്ചിന്റെ വെറുതെ വിട്ടാ മതി. ഇവള് പറഞ്ഞ ചന്തുപാപ്പനും അമ്മുപാപ്പനും അടിയായിരുന്നു. അതായിരുന്നു. ഞാനും ചന്തുപാപ്പനും വരെ അടിയായിരുന്നു. ഹാൻഡിലൊരിക്കലും കാണുമ്പോ തന്നെ ആകാശമായിട്ടോ. പിന്നെ പറയണോ? ചൂട് തണിയതാ. അയ്യോ, തന്നു ഒറ്റയ്ക്ക് കഴിക്കൂല. അല്ല, ചിക്കൻ കറിയും നെയ്ച്ചോറും ഭയങ്കര ചൂടാണോ? ഇല്ലല്ല, ചൂടില്ല. തന്നു ഇവിടെ നിക്കുന്നോ? ഇവരെ ഇവിടെ നിക്കുന്നോ? എന്റെ ലോക്കൽ ഗാർഡിയൻ ആയിരുന്നു, എറണാകുളം ലോക്കൽ ഗാർഡിയൻ. നമ്മൾ സ്വീറ്റ്സ് കഴിക്കാം. കഴിക്കൂ. ഞാൻ സാധാരണ ചെയ്യുന്നതിനേക്കാളും കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വ്ളോഗായിരുന്നു ഇത്. വോയിസ് ഓവർ അധികം കൊടുത്തിട്ടൊന്നുമില്ല, കുറച്ച് റോ ആയിട്ട് തന്നെയാ വെച്ച്. ഏതാ കമ്പാരിറ്റീവ്ലി ബെറ്റർ എന്നും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടോ എന്നും കോമെന്റ്സിൽ പറയണേ. സോ അത്രക്കേ ഉള്ളൂ ഈ ഒരു കല്യാണ വ്ളോഗ്. കൽബി